നമസ്കാരം. രാജ് ന്യൂസ് മലയാളത്തിലേക്ക് സ്വാഗതം. നാളെ ഒരു വർഷം അവസാനിക്കുകയാണ്. അതായത് 2022 അവസാനിക്കുന്നു. കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം വലിയ ആഘോഷങ്ങളോടെയാണ് ഈ 2022 പറഞ്ഞുവിടുന്നത്. 2023 വരവേൽക്കുന്നത് പപ്പാഞ്ഞിയെ കത്തിച്ചുകൊണ്ടായിരിക്കും. പോയ വർഷത്തിൻ്റെ പ്രതീകമായ പപ്പാഞ്ഞിയെ കത്തിച്ച് പുതുവർഷത്തെ വരവേൽക്കുന്നത് കൊച്ചിക്കാർ പതിവാക്കിയിട്ട് വർഷങ്ങളേറെയായി. 1984 കൊച്ചി കാർണിവൽ ആരംഭിക്കുന്നത്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, പോർച്ചുഗീസുകാരുടെ കാലം മുതൽ തന്നെ ഇത്തരത്തിൽ കൊച്ചിയിൽ ആഘോഷങ്ങളുണ്ട്. എന്നാൽ വർഷങ്ങളായി വിദേശികൾ ഉൾപ്പെടെയുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ആകർഷിച്ചു വരുന്ന കൊച്ചിൻ കാർണിവലും പപ്പാഞ്ഞിയും ഒരൊറ്റ മനസ്സോടെ ആഘോഷിക്കുന്ന പുതുവത്സരത്തെ വരവേൽക്കാനുള്ള പപ്പാഞ്ഞി നിർമ്മാണ പ്രവർത്തികൾ അത് വലിയ വിവാദത്തിലായിരിക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഇത്തവണ കാർണിവലിനായി ഒരുക്കിയ പപ്പാഞ്ഞിക്ക് പ്രധാനമന്ത്രിയുടെ ഛായ ഉണ്ടെന്ന് ചിലർക്ക് തോന്നിയതാണ് ഈ വിവാദത്തിൻ്റെ തുടക്കം. ഇന്നലെ BJP പ്രവർത്തകർ ഈ പപ്പാഞ്ഞിയെ നിർമ്മിക്കുന്നിടത്ത് ചെന്നു. പപ്പാഞ്ഞിയുടെ മുഖത്തിന് മാറ്റം വരുത്തണമെന്നുള്ളതായിരുന്നു അവരുടെ ആവശ്യം. പ്രധാനമന്ത്രിയുടെ രൂപവും മുഖവുമാണ് പപ്പാഞ്ഞിക്കെന്നും രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയെ അധിക്ഷേപിക്കാനുള്ള നീക്കമാണ് ഇതെന്നുമൊക്കെ BJPയുടെ ജില്ലാ പ്രസിഡന്റ് ഷൈജു, അഭിഭാഷകൻ കൂടിയാണ് അദ്ദേഹം പറയുകയും ചെയ്തു. മനഃപൂർവ്വം ചെയ്തതാണ് ഇതെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. മാത്രമല്ല, കാർണിവലിനെ അത് ഒരു ജനങ്ങളുടെ മുഴുവൻ ആഘോഷമാണ്, അതിനെ അലങ്കോലപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമാണിതെന്ന് BJP ആരോപിക്കുകയുണ്ടായി. എന്തായാലും സംഘാടക സമിതി വിവാദത്തിനില്ല എന്ന നിലപാടാണ് എടുത്തത്. കാരണം ഈ കൊച്ചിൻ കാർണിവൽ എന്ന് പറയുന്നത് എല്ലാവരുടെയുമാണ്. അതുകൊണ്ട് തന്നെ BJP ഇത്തരത്തിലുള്ള ഒരു ആക്ഷേപം ഉന്നയിച്ചപ്പോൾ പപ്പാഞ്ഞിയുടെ രൂപത്തിന് വലിയൊരു മാറ്റം വരുത്തി. BJP ജില്ലാ നേതൃത്വം താൽക്കാലികമായി ആ സമരം അല്ലെങ്കിൽ അവർ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദം അവസാനിപ്പിക്കുകയും ചെയ്തു. വാസ്തവത്തിൽ പ്രധാനമന്ത്രിയുടെ മുഖവുമായി കാർണിവലിലെ പപ്പാഞ്ഞിക്ക് സാമ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ആരാണ് ഈ സാമ്യം കണ്ടെത്തിയത് എന്നുകൂടി അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടുള്ള ഒരു വെല്ലുവിളിയല്ലേ ഇതെന്ന് ഒരു സംശയം തോന്നിയാൽ അത് ആർക്കും തടുക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ അതിനെ ആർക്കും നിരസിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. എന്തായാലും ഇടതുപക്ഷ സഹയാത്രികയും ഒപ്പം തന്നെ സാമൂഹിക പ്രവർത്തകയുമായിട്ടുള്ള സീന ഭാസ്കർ ചേരുകയാണ്. മാധ്യമപ്രവർത്തക കൂടിയാണ് സീന ഭാസ്കർ. ദാ നോക്കൂ, എനിക്ക് തോന്നുന്നു സീന വർഷങ്ങളായി കൊച്ചിയിലെ കാർണിവലെല്ലാം കാര്യമായി പങ്കെടുക്കുന്ന ഒരാൾ കൂടിയാണ്. മാത്രമല്ല, നാളെ സൈമൺ ബ്രിട്ടോ ഈ ലോകത്ത് നിന്ന് വിടവാങ്ങിയിട്ട് 4 വർഷം തികയുക കൂടിയാണ്. അതുകൊണ്ട് തന്നെ സീനയ്ക്ക് ഈ കാർണിവൽ എന്ന് പറയുമ്പോൾ വലിയ ഓർമ്മകൾ മനസ്സിലുണ്ട്. അതോടൊപ്പം തന്നെ എന്താണ് ഈ പപ്പാഞ്ഞിയുടെ മുഖം ഇത്തരത്തിൽ വന്നപ്പോൾ അതാർക്കായിരിക്കാം അങ്ങനെ ഒരു ഛായ തോന്നിയത്? അതൊരു ശരിയായ നടപടിയാണോ സീന? സത്യം പറഞ്ഞാല് കഴിഞ്ഞ 4 വർഷമായിട്ട്, ഇപ്പൊ ബ്രിട്ടോ പോയി 4ാമത്തെ വർഷമാണ്. 4 വർഷമായിട്ട് ഞാൻ കേരളത്തിൽ നിന്നും ഞാനും പോയിട്ട് ഏറെക്കുറെ 3.5 വർഷം കഴിയുന്നു. ഇപ്പോ ഫോർട്ട് കൊച്ചിയിലെ പുതുവർഷ ആഘോഷം എന്ന് പറയുന്നത് അതൊരു പുതുമയുള്ള കാര്യമല്ല. എല്ലാ വർഷവും ഇത്തരത്തിൽ അവര് ഡിസംബർ 1-ാം തീയതി മുതൽ ആഘോഷം തുടങ്ങും, കാർണിവൽ തുടങ്ങി ജനുവരി 1-ാം തീയതി വൈകുന്നേരം ഘോഷയാത്രയോടുകൂടി കാർണിവൽ അവസാനിക്കും. പിന്നെ ഇത്തരത്തിലുള്ള ചർച്ചകൾ വളരെ ബാലിശമാണ്. കാരണം പപ്പാഞ്ഞിയുടെ മുഖം പല മുഖങ്ങളുമായി ഛായ തോന്നുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ രാജ്യം പോയിക്കൊണ്ടിരിക്കുന്ന ഗുരുതരമായ പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നങ്ങളൊന്നും ചർച്ച ചെയ്യാതെ, കാരണം ഇന്ന് ഓരോ വീട്ടമ്മയ്ക്കും ഒരു കുറ്റി പാചകവാതകം വാങ്ങണമെങ്കിൽ 1300 രൂപ കൊടുക്കണം. അതിനെതിരെ ഇവിടെ ആർക്കും ഒന്നും പറയാൻ സമയം കിട്ടുന്നില്ല. ആ ഒരു ഇഷ്യൂ ഏറ്റെടുക്കുന്നില്ല. ബാങ്കുകൾ കൊള്ളയടിച്ചു കൊണ്ടുപോകുന്നു, അതിനെതിരെ ആർക്കും ഒന്നും പ്രതികരിക്കാനില്ല. അതുപോലെ ജനങ്ങൾ ഓരോ ദിവസം കഴിയും തോറും അവരുടെ ജീവിതം ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, സാധനങ്ങളുടെ വിലക്കയറ്റം. ഇന്നിപ്പോ നമ്മൾ ഒരു കാർണിവലിന് പോയി തിരിച്ചു വരുമ്പോൾ എവിടെന്നെങ്കിലും ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് തിരിച്ചു വരുമ്പോൾ ഓരോ മലയാളിയുടെയും പോക്കറ്റ് അല്ലെങ്കിൽ ഓരോ വിനോദസഞ്ചാരിയുടെയും പോക്കറ്റ് കാലിയാകുന്ന ഒരു അവസ്ഥയാണ്. കാരണം കടക്കാരെയോ വേറെ ആരെയും കുറ്റം പറഞ്ഞ കാര്യമില്ല. അത്രയ്ക്ക് ഇത്തരത്തിലുള്ള പാചക
പാചകവാതകത്തിനും പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾക്കും വില വർദ്ധിച്ചു വരുന്നതിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇത്തരത്തിൽ ഉള്ള ചർച്ചകൾ വേണം നമ്മൾ ചെയ്യേണ്ടത്. കാരണം മനുഷ്യന്റെ ജീവിതം വളരെ ലളിതവും സുതാര്യവും വളരെ തൂവൽ പോലെ ആക്കുന്നതിന് വേണ്ടിയിട്ട് ഭരണകൂടം എന്ത് ചെയ്യുന്നു? അല്ലാതെ ഓരോരുത്തരുടെ മുഖച്ഛായയുള്ള പപ്പാഞ്ഞിയെ കത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ പേരിലുള്ള ഒരു ചർച്ച എന്ന് പറഞ്ഞാൽ വെറും ബാലിശമാണെന്നാണ് എന്റെ അഭിപ്രായം. എഴുത്തുകാരി കൂടിയായ ഉമ അഭിലാഷ് ചേരുകയാണ്. ഉമ, മുമ്പൊരിക്കലും ഇല്ലാത്ത തരത്തിൽ എല്ലാ മേഖലകളിലും സംഘപരിവാർ പിടിമുറുക്കുന്നതായി ഉമയ്ക്ക് തോന്നിയോ? ഉറപ്പായിട്ടും ഇത് BJP-യുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് തന്നെ അത് വസ്ത്രത്തിലോ നിറത്തിലോ അതല്ലെങ്കിൽ മതത്തിലോ ഒക്കെ സംസാരിച്ചിട്ടോ അത് ചർച്ചയാക്കിക്കൊണ്ട് മാത്രമാണ് അവർക്ക് നിലനിൽപ്പുള്ളൂ. ഇപ്പം ഈ സംഘാടകര് മാറ്റിയതിനോട് വ്യക്തിപരമായിട്ട് എനിക്ക് ഒരു യോജിപ്പ് തോന്നിയില്ലായിരുന്നു ആദ്യം. കാരണം എങ്ങനെ നമ്മൾ എവിടേക്കാണ് ഈ പേടിച്ച് പ്രശ്നമാവണ്ട ഒളിച്ചോടുന്നത് എവിടേക്കാണ്? ഈ കടകളിൽ വിൽക്കുന്ന അറ്റ്ലീസ്റ്റ് അവർക്ക് ഒരു കാര്യം ചെയ്യായിരുന്നു, കടകളിൽ വിൽക്കുന്ന പപ്പാഞ്ഞിയുടെ മുഖം മൂടി എടുത്തിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകൾ കാണിച്ചു കഴിഞ്ഞാൽ അടുത്ത വർഷം പറയോ കടകളിൽ ഈ മുഖം മൂടികൾ വിൽക്കാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അത്രയും ലോജിക്കില്ലാത്ത കാര്യങ്ങൾ ചർച്ചയ്ക്ക് കൊണ്ടുവരുന്നത് തന്നെ അവർക്ക് വേറൊന്നും രാഷ്ട്രീയം സംസാരിക്കാനില്ലാത്തത് കൊണ്ടാണ്. എവിടെയാണ് ഡ്രസ് ഇടാൻ പാടില്ല, ദീപികയുടെ വിഷയം. വസ്ത്രം കണ്ടാൽ തിരിച്ചറിയുന്നവരാണ് കലാപകാരികൾ എന്ന് പറയുന്ന പ്രധാനമന്ത്രി. അപ്പൊ അങ്ങനത്തെ ഒരു രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോ നമ്മൾ ഈ പേടിച്ച് മുഖം ചായയുണ്ട് ഉടനെ മുഖഛായ മാറ്റുന്നു. അത് എവിടെ വരെ നമ്മൾ ഇത് ഇങ്ങനെ ചെല്ലും എന്നുള്ളത് കൂടി ചർച്ച ചെയ്തു പോകേണ്ടതാണ്. ഇത് ആർക്കായിരിക്കാം ഉമ്മയുടെ ഒരു കാഴ്ചപ്പാടിൽ ഇത്തരത്തിലൊരു മുഖഛായ ഉമ്മക്ക് തോന്നിയോ? ഒരിക്കലും ഇല്ല. അതാണ് ഇതിന്റെ ഒരു ആരാണ് ഇവിടെ നാണം കെടുന്നത്, ആർക്കാണ് നാണക്കേട് തോന്നുന്നത്? ശരിക്കും BJP-ക്ക് തന്നെയാണ്. കാരണം ഇന്നൊരു ചാനലില് ഒരു പെൺകുട്ടി സംസാരിക്കുന്ന കണ്ടു, വിവാദമായപ്പോൾ പ്രധാനമന്ത്രിയുടെ മുഖച്ഛായ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് കാണാൻ വന്നതാണ്, പക്ഷെ മാറ്റി. അന്ന് വരെ മറ്റു മനുഷ്യർക്ക് ആർക്കും ശ്രദ്ധിക്കാത്തൊരു കാഴ്ച എങ്ങനെയാണ് BJP നേതാക്കൾക്ക് മാത്രം ഇത് തോന്നുന്നത് എന്നുള്ളതാണ്. ഇങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായതാണ് ഈ ഹോട്ടലുകളിൽ വെക്കുന്ന ഒരു ബൊമ്മക്കൊലു. തമിഴ്നാടിന്റെയാണ്, പക്ഷെ നമ്മളിവിടെ ഹോട്ടലുകളിൽ കാണാം. അവരുടെ മുഖം അമിത്ഷായായിട്ട് സാമ്യമുണ്ടെന്ന് ഇനി ചർച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ ഇങ്ങനെ ഓരോ ചായ താടി വെക്കാൻ പാടില്ല, അന്ന് താടിയില്ലാത്ത പപ്പാഞ്ഞിയെ വെക്കാൻ പറ്റുമോ? അതല്ലല്ലോ. ഇനി അടുത്ത വർഷം ഇവര് പറയാണ് ക്രിസ്ത്യൻസ് മൊത്തമായിട്ട് ഇത് ക്രിസ്ത്യൻ ആചാരത്തിൽ ഇതിന്റെ ഭാഗമായിട്ട് വന്നതാണ്, അതുകൊണ്ട് നമ്മൾ ഇത് ചെയ്യാൻ പാടില്ല, കടകളിൽ ഒന്നും വിൽക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഈ ആഘോഷമേ മാറ്റി വെക്കണം എന്ന് പറഞ്ഞാൽ അപ്പൊ ആ രീതിയിലേക്ക് മാറാൻ ഇത് മാറില്ല, അങ്ങനെയൊന്നും ചർച്ച വരില്ല, ഇതൊക്കെ നമ്മൾ ആലോചിക്കുന്നതാണെന്നൊന്നും കരുതുക വേണ്ട. നൗഷാദ് തെക്കേല് സാമൂഹ്യ പ്രവർത്തകൻ കൂടി ചേരുകയാണ്. നൗഷാദ്, കോഴിക്കോടാണ് നിൽക്കുന്നത്. എപ്പോഴെങ്കിലും കൊച്ചിയിലെ കാർണിവൽ കാണാൻ വന്നിട്ടുണ്ടോ? എല്ലാവർക്കും നമസ്കാരം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ, പറഞ്ഞോളൂ. ഞാന് മുൻപൊരിക്കൽ വന്നിട്ടുണ്ട്, പ്രോഗ്രാം കണ്ടിട്ടുണ്ട്. എല്ലാ മനുഷ്യരും ഒന്നിച്ചേരുന്ന നല്ല സന്തോഷകരമായ നിമിഷങ്ങൾ, എല്ലാവരും ഒരേ മനസ്സോടുകൂടി കാര്യങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന്റെയൊക്കെ കടക്കൽ കത്തിവെക്കുക എന്നുള്ളത് ചിലരുടെ ഉദ്ദേശം തന്നെയാണ്. നമ്മൾ നേരിടുന്ന ഒരു വിഷയം തന്നെയാണിത്. എന്തിലും ഏതിലും രാഷ്ട്രീയം, വർഗീയത, മതം എന്നീ വിഷയങ്ങൾ കൊണ്ടുവരും. നമുക്കും താല്പര്യം ഇതൊക്കെയാണ്. കാരണം പൊതുവിൽ ഇവിടെ ജനങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് വിഷമകരമായ അവസ്ഥകൾ, പ്രയാസങ്ങൾ ഇപ്പൊ മുമ്പ് സംസാരിച്ച ആളുകളൊക്കെ അതിലേക്ക് സൂചിപ്പിച്ചു. അപ്പൊ അതിലേക്കൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഇവിടെ ചർച്ച ചെയ്യപ്പെടാനുണ്ട്. അപ്പൊ അതൊന്നും ചർച്ച ചെയ്യാതെ ഇതൊക്കെ ഒരു പ്ലാനിങ്ങിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്ന ഒരു കാര്യം എന്താ എനിക്ക് പറയാനുള്ളത്. അതിന്റെ ഒരു സംശയം എന്താ, സംഘപരിവാറിന്റെ രാഷ്ട്രീയം തന്നെ ഇതാണ്. ഇത്തരം കാര്യങ്ങൾ ഇപ്പോ ആവിഷ്കാര സ്വാതന്ത്ര്യം ഹനിക്കുന്ന എല്ലാ നടപടികളും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഈ നാട്ടിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല, ഇത്തരം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നാട്ടിൽ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഈ പാപ്പാഞ്ഞിയുടെ ആ മുഖം നമ്മുടെ ബഹുമാന്യനായ പ്രധാനമന്ത്രിയുടെ മുഖത്തിനോട് സാമീപ്യമുണ്ട് എന്ന് ഇവര് പറയുമ്പോ അപ്പൊ ഇവര് തന്നെ വിചാരിക്കുകയാണോ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിജിയുടെ മുഖം കത്തിക്കാനുള്ള സമയമായി എന്ന് ഇവർക്ക്
എനിക്ക് തോന്നിയോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എല്ലാത്തിനും ഇത്തരം കാര്യങ്ങൾ കാണുന്ന സമയത്ത് നമുക്ക് വളരെ പ്രയാസകരമാണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ദുഃഖകരം, അങ്ങേയറ്റം ദുഃഖകരം. കേൾക്കുക, ക്ഷമിക്കണം, കെ ജെ സോഹൻ കുടിച്ചിരിക്കുകയാണ്. കെ ജെ സോഹൻ, എന്തുകൊണ്ടാണ് ഈ പപ്പാഞ്ഞിയുടെ മുഖം അതിന് പ്രധാനമന്ത്രിയോട് സാമ്യമുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ മാറ്റാൻ തീരുമാനിച്ചത്? അങ്ങനെ സാമ്യം ഉണ്ടായിരുന്നു? അല്ല, മുഖത്തിന് സാമ്യം ഉണ്ടായത് കൊണ്ടല്ല. നമ്മൾ ഈ കൊച്ചിൻ കാർണിവൽ എന്ന് പറയുന്ന പരിപാടി ഒരു പങ്കാളിത്ത ഉത്സവമാണ്. ഇതൊരു മതേതര ഉത്സവമാണ്. ഇത് 39 കൊല്ലമായിട്ട് നടന്നു പോകുന്നത്. പല ദിക്കിൽ നിന്നും ഇതിന് ഇതുപോലത്തെ റാലി നടത്തുമ്പോഴുണ്ടായിട്ടുണ്ട്. പല തെറ്റിദ്ധാരണകളും എപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോ അത് മുഴുവൻ നമ്മൾ ഇതുപോലെ ഒരു ടോളറൻസ് ലെവൽ വെച്ചിട്ട് അപ്പൊ തന്നെ നമ്മൾ അതിനോട് എന്നിട്ട് എന്താണ് അവർക്ക് വേണ്ട തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ, ഇപ്പൊ മുഖം എന്ന് പറയുന്നത് നമ്മൾ രൂപം ചെയ്തിട്ടില്ലായിരുന്നു. അതിന്റെ ഒരു റഫ് കൊണ്ടുവന്നിട്ട് ആ വലിയ 65 അടി ഉയരം ഫിറ്റ് ചെയ്ത് നോക്കി. അതല്ല സോഹൻ, ഇതിന്റെ വലിയ ഒരു സംശയം ഇത് തന്നെയാണ്. അതായത് കഴിഞ്ഞ തവണ പപ്പാഞ്ഞിയെ, അതായത് ആദ്യ ഘട്ടത്തിൽ ബിനാലെ ഫൗണ്ടേഷൻ ഏറ്റെടുത്ത പപ്പാഞ്ഞി ചെയ്യുന്ന ഒരു സമയത്ത് പപ്പാഞ്ഞി ഇരിക്കുന്ന പപ്പാഞ്ഞി വന്നു എന്നുള്ളത് വലിയ വിവാദമായിരുന്നു. അന്നൊന്നും ആ തീരുമാനങ്ങൾ മാറ്റാതെ ഇരുന്ന കൊച്ചിൻ കാർണിവൽ കമ്മിറ്റി എന്തുകൊണ്ടാണ് ഇത്തവണ പപ്പാഞ്ഞിയുടെ മുഖം മാറ്റിക്കളയാമെന്ന് തീരുമാനിച്ചത്? അല്ല, ഈ പപ്പാഞ്ഞി എന്ന് പറയുന്നതിനെ കുറിച്ച് വിവാദമൊന്നും ഇല്ലായിരുന്നു. അത് നിൽക്കണ പപ്പാഞ്ഞിയാണ് സാധാരണ ഉണ്ടാവുകൊണ്ട് ഇരിക്കണ പപ്പാഞ്ഞിയെ കുറിച്ച് ആരും ഇത് മാറ്റണമെന്നോ ഒന്നും പറഞ്ഞില്ല. ഇതിപ്പോ ഇവര് പറഞ്ഞപ്പോ നമ്മൾ അതിന്റെ മുഴുവൻ രൂപമാക്കിയിട്ട് മുകളിലേക്ക് കയറ്റാമെന്നാണ് ഞങ്ങൾ കരുതിയത്. അപ്പൊ മുഴുവൻ രൂപമാക്കാതെ കൊണ്ടുവന്ന് റഫായിട്ടൊന്ന് വെച്ച് നോക്കിയതിന്റെ പുറത്താണ് ഈ തെറ്റിദ്ധാരണ മുഴുവൻ ഇവര് ഉണ്ടാക്കി പ്രചരിപ്പിച്ചത്. എന്നാ പിന്നീട് മുഴുവൻ മുഖവും കാണിക്കേണ്ടതായിരുന്നില്ലേ? എന്തിനാണ് അത് മാറ്റാൻ നടന്നത്? ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് ഇപ്പൊ മുഖം മുഴുവൻ ഉണ്ടാക്കിയത്. ഇന്നാണ് തീർന്നത്. ഇന്ന് നാളെയുള്ള ഒരു കാലത്താണ് ഇത് പ്രദർശിപ്പിക്കുന്നത്. അപ്പൊ അത് താഴെ ഇറക്കി നമ്മൾ ദാടിയും മീശയും കണ്ണീപ്പിരികവും തലമുടിയും എല്ലാം വെച്ചത് ഇത് അപ്പോഴേ പുതിയ ഫിഗറാവുള്ളൂ. അപ്പൊ അതുപോലെ ആരെങ്കിലും ഒരു ചിത്രം ഉണ്ടാക്കുന്നത് കണ്ടു നിന്നിട്ട് എല്ലാവരും വന്ന് എതിർക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരിടത്ത് എത്താൻ സാധിക്കില്ലേ? അതാണ് അതിന്. അതായത് ഇനി താടിയും മീശയൊന്നും വേണ്ട എന്ന് സംഘപരിവാറോ അല്ലെങ്കിൽ BJP ആവശ്യപ്പെട്ടാൽ അങ്ങനെയാവുമോ? പപ്പാഞ്ഞിയുടെ താടിയും മീശയൊക്കെ പോവുമോ? ആരും ചെയ്താലും ചെയ്യൂല. പക്ഷെ നല്ല വാക്കിലും നമ്മുടെ അവരോട് പറയും ഇതിങ്ങനെയൊക്കെയാണ്, ഞങ്ങൾക്ക് ഇതൊക്കെ സാധ്യമാണ്, ബാക്കിയൊന്നിനും ഞങ്ങള് കോംപ്രമൈസിലാ. എല്ലാവരും ഒരു നിലപാട് എടുക്കണമല്ലോ ലൈഫിൽ. ആ നിലപാടുകൾ എല്ലാ കാലത്തും എടുത്തിട്ടാണ് കാർണിവൽ നടന്നു പോയിട്ടുള്ളത്. ഒരു കുഴപ്പമില്ല. വളരെ ഉണ്ടാക്കാതെ നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങൾ അങ്ങനെ എടുത്തു തന്നെയാണ് ഇത്രയും വലിയ. ഇവിടെയാണ് ഒരു മതേതര ഉത്സവം, അത് ഒരു വലിയ മതത്തിന്റെയോ എന്തിന്റെയെങ്കിലും ബാക്കിംഗ് ഇല്ലാതെ നടത്തിക്കൊണ്ട് പോവാണ് ഈ 90 ക്ലബ്ബുകൾ. സബ് കളക്ടർ ചെയർമാനായിരിക്കുന്ന അല്ലാതെ ബാക്കി എല്ലാ നാട്ടുകാരുടെ ഫണ്ടുകൊണ്ടും നാട്ടുകാരുടെ പ്രയത്നം കൊണ്ടും മാത്രമാണ് ഇതിങ്ങനെ നടന്നു പോകുന്നത്. ഇവിടെ എല്ലാ പരിപാടികളും. സീന ഭാസ്കർ കേൾക്കുക, കെ ജെ സോഹൻ അദ്ദേഹം കൊച്ചിൻ കാർണിവൽ കമ്മിറ്റിയുടെ രക്ഷാധികാരി കൂടിയാണ്. സീന ഭാസ്കർ നോക്കൂ, അദ്ദേഹം പറയുന്നത് പ്രധാനമന്ത്രിയുടെ മുഖത്തിന്റെ ഛായയൊന്നുമില്ലായിരുന്നു, പക്ഷെ എങ്കിലും ഞങ്ങൾ ആ മുഖം അങ്ങ് മാറ്റി എന്നുള്ളത് തന്നെയാണ്. ഇത് ശരിയായൊരു നടപടിയാണോ? സത്യം പറഞ്ഞാല് ഇത്തരത്തിലൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് മാറ്റേണ്ടുന്ന കാര്യമില്ല. പിന്നെ നമ്മൾ പറയാതെ തന്നെ അറിയാം. കാരണം ഇതിപ്പോ കേരളത്തിലായത് കൊണ്ട് ഇങ്ങനെ നടക്കുന്നുള്ളൂ. പക്ഷെ ഇത് ഡൽഹിയോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണെങ്കിൽ ഇത് ചെയ്ത ആളുകൾ ഒന്നുകിൽ ജയിലിൽ പോ അല്ലെങ്കിൽ അവരുടെ ജീവിക്കാൻ അനുവദിക്കില്ല. ഇത് വളരെ കൃത്യമായ കാര്യമാണ്. നമുക്കൊരു ഫേസ്ബുക്ക് പോസ്റ്റ് പോലും കൃത്യമായി പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ ഭരണത്തിന്റെ മോശം ചൂണ്ടിക്കാണിച്ചുകൊണ്ടിടാൻ കഴിയില്ല. അതിട്ടാൽ ഉടനെ തന്നെ രാജ്യദ്രോഹമാണെന്ന് പറയുന്നത്. ഇതിലേക്ക് മുമ്പ് ഒരുപാട് അനുഭവങ്ങൾ നമുക്കുള്ളതാണ്. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു തികഞ്ഞൊരു മാനസിക വിഭ്രാന്തിയും മാനസിക രോഗവുമാണ്. കാരണം നമ്മൾ ഒരു പ്രതലത്തിൽ ഒരു ഡോട്ടിൽ തന്നെ കൊച്ചു പിള്ളേർ കളിക്കും, ഒരു ഡോട്ടിൽ തന്നെ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാല് അത് കുറെ നേരം കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഒരു പ്രതലത്തിൽ നോക്കിയാൽ നമ്മളുടെ പിന്നെ ഫോട്ടോ പ്രതിഫലിക്കുമ്പോൾ തോന്നും. അതാണ് പിന്നെ പ്രധാനമന്ത്രിക്കോ അല്ലെങ്കിൽ അവരുടെ പിന്മുറക്കാർക്കോ അല്ലെങ്കിൽ അവരുടെ അനുയായികൾക്കോ അദ്ദേഹത്തിന്റെ അനുയായികൾക്കോ തോന്നുന്നതാണ്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള കാഴ്ചപ്പാടിലൂടെ മാത്രമേ കാണുന്നുള്ളൂ, മറ്റുള്ളവരാരെയും കാണുന്നില്ല. പക്ഷെ ഈ മുഖം മൂടി മാറ്റിയത് എന്നുള്ളത് അതൊരു മോശമായ പ്രവണതയാണ്. അതിന് എല്ലാ കാലത്തും ഇവര് ഗോഗോ വിളിക്കുമ്പോ ഓരോന്നും മാറ്റേണ്ടി വരും. നമ്മള് കേൾക്കൂ, സീന ഭാസ്കറിനെ അല്ലെങ്കിൽ ഉമ അഭിലാഷിനെ പോലെയുള്ള ഈ സമൂഹത്തെ വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സമൂഹവുമായി അടുത്ത് ഇടപഴകിക്കൊണ്ടിരിക്കുന്ന ആളുകളെല്ലാം പറയുകയാണ് ഇതൊരു തെറ്റായ നടപടിയാണ്, ആ മുഖം മൂടി മാറ്റേണ്ടതില്ലായിരുന്നു
എന്താണോ നിങ്ങൾ ഉദ്ദേശിച്ചത് അത് കാണിക്കാമായിരുന്നു. പകരം ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്നപ്പോൾ അത് അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അത് മാറ്റാൻ നടക്കുന്നത്? അല്ല, അതിനെ കുറിച്ച് താടി ഫിറ്റ് ചെയ്യണം, മുടി ഫിറ്റ് ചെയ്യണം, മീശ ഫിറ്റ് ചെയ്യണം, കണ്ണിപ്പിരികം ഫിറ്റ് ചെയ്യണം. ഇതെല്ലാം ഉണ്ടെങ്കിലേ ആ ഇത് ശരിയാവുള്ളൂ. അതിന് താടിയെല്ലാം ഉണ്ടാക്കി താഴ്ത്ത് വെച്ചിരിക്കുകയാണിത്. അപ്പൊ അത് ഇറക്കിയിട്ട് ഇത് ഫിറ്റ് ചെയ്യണത് ഇത് ആ ഇത്രയും വലിയ ശരീരത്തിന്റെ പുറത്ത് ഇത് യോജിക്കുവാന്ന് നോക്കാൻ വേണ്ടി മാത്രം കയറ്റിയിരിക്കണേ. അത് കഴിഞ്ഞ് ഇത് കൊണ്ടുവന്ന് താടിയൊക്കെ താഴ്ത്തി വെച്ച് തന്നെ ഫിറ്റ് ചെയ്ത് അവിടെ എല്ലാവരും ഉള്ള സ്ഥലത്തല്ലേ ഇതൊക്കെ ഫിറ്റ് ചെയ്യണത്. അതെല്ലാം ഫിറ്റ് ചെയ്ത് താടിയെല്ലാം ഉണ്ടാക്കി വെച്ച് മീശ ഫിറ്റ് ചെയ്തു. അല്ല സോഹൻ, നിങ്ങൾ ഈ മുഖം പൂർണ്ണമായി മാറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണോ? മുഖം മാറ്റിയിട്ടുണ്ടോ? മുഖമൊന്നും മാറ്റിയിട്ടില്ല, അതേ സാധനമാണ്. ആ കാണിച്ചേക്കുന്ന സാധനത്തിൽ തന്നെ ഈ പറഞ്ഞ താടിയും മീശ എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ണിപ്പിരികം, തലമുടി, അത് വേറെ ഒന്നും മാറ്റമില്ല. അത് എത്ര ദിവസം കൊണ്ടാണ് അത് കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കി അതിന്റെ പുറത്ത് പേപ്പർ മാഷ് വെച്ച് പേപ്പർ ഒട്ടിച്ചൊട്ടിച്ചാണ് എത്തിച്ചെടുക്കുന്നത്. അതൊന്നും കുറെ ദിവസം എടുക്കും അത് ഉണ്ടാക്കാൻ. അപ്പൊ അതേ സാധനം തന്നെ. ഉമ കേൾക്കൂ ഉമ, എനിക്ക് തോന്നുന്നു ഉമ കൊച്ചിയിൽ തന്നെയാണുള്ളത്. എനിക്ക് ഇന്ന് രാവിലെ മുതൽ വരുന്ന വാർത്തകൾ പപ്പാഞ്ഞിയുടെ മുഖം മാറ്റി എന്നുള്ളതാണ്. പക്ഷേ കെ ജെ സോഹൻ ഇപ്പോഴും പറയുന്നു മുഖമൊന്നും മാറ്റിയിട്ടില്ല എന്ന്. ഉമ അങ്ങനെയാണോ കേട്ടത്? അല്ല, സമൂഹമാധ്യമങ്ങൾ ഉൾപ്പെടെ വ്യാപിച്ചേക്കുന്ന ഒരു ചിത്രം എന്ന് പറയുന്ന കളറ് മാറ്റിയിട്ടുണ്ട്. താടിയുടെ ഒരു ഇതില് വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പൊ മാറ്റിയിട്ടില്ല എന്ന് സാറ് പറയുന്നത് എത്രത്തോളം ശരിയാണെന്നുള്ളത് സംശയമുണ്ട്. കാരണം ഇപ്പൊ ഞങ്ങൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം പൂർണ്ണമായിട്ടും വ്യത്യസ്തമാണ്. ഇനി ഇത് വേറൊരു രാഷ്ട്രീയ നേതാവിന്റെ ഛായയുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും മാറ്റേണ്ടി വരില്ലേ എന്നുള്ളതാണ്. ഈ ഒട്ടും മാറ്റിയിട്ടില്ല അല്ലെങ്കിൽ അതിന്റെ ഇത് കഴിഞ്ഞിട്ടില്ല എന്ന് സാറ് പറയുന്നതിനോട് ഒരു വിയോജിപ്പുണ്ട്. ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു, സാറ് പറയുന്നുണ്ട് മുഴുവനായിട്ട് ഫിറ്റ് ചെയ്തില്ല. നമ്മൾ ആരെ ഇത് ബോധിപ്പിക്കാൻ നിൽക്കുന്നത്? ഞാനും കൊച്ചിക്കാരിയാണ്. ആരെയാണ് നമ്മളിത് ബോധിപ്പിക്കുന്നത്? അത് ഒന്ന് സംഘടക സമിതി ഒരിടപെടൽ. ഞാനിപ്പോൾ കൊച്ചിയിൽ നിന്ന് വരികയാണ്. ഞാനിപ്പോ റോറോ സർവീസിൽ നിന്ന് ഞാൻ കൊച്ചിയിൽ നിന്ന് ഞാൻ വൈപ്പിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇന്നലെ രാത്രി ഈ ഒരു ഇഷ്യൂ വന്നപ്പോഴത്തേക്കിനും നമ്മുടെ സ്റ്റീഫൻ റോബർട്ട് ഒരു ബൈറ്റ് കൊടുത്തിട്ട് അവിടെ ഒരു എക്സിബിഷൻ നടക്കുന്നു, ആനയുടെ എക്സിബിഷനിൽ വന്ന് പറഞ്ഞു വലിയ പ്രശ്നമായിട്ട് ഞാൻ മാറ്റാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഞാൻ ബൈറ്റ് കൊടുത്തിട്ട് വരികയാണ്. ഞാൻ ആ ഒരു ആവേശത്തിൽ പോയി ആ പപ്പാഞ്ഞി നോക്കുമ്പോ ആ പപ്പാഞ്ഞിക്ക് മുഖമില്ലാത്ത അവസ്ഥയാണ്. അപ്പൊ അതെന്ത് സംഭവിച്ചു എന്ന് പറയും, മുഖം മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾ വരും. ഇതിലും വലിയ ഓണം ഉണ്ടവരാണ് കൊച്ചിക്കാര്. കാരണം കൊച്ചിയിലെ താച്ചോ സഖാവിന് അറിയാലോ, CP-യുടെ കാലഘട്ടത്തിൽ താച്ചോയുടെ മുതുകത്തിലൂടെ റോഡ് വെട്ടിയ സംസ്കാരം ഉണ്ടായിട്ട് നമ്മൾ പാരമ്പര്യം ഉണ്ടായിട്ട് നമ്മൾ അതിൽ നിന്ന് പിന്മാറാതെ നമ്മൾ എന്തിനാണോ പിന്നെ മുറുകെ പിടിക്കുന്നത്. അതിന് സോഹൻ ചേട്ടന് നന്നായിട്ട് അറിയാം, എന്നെക്കാൾ നന്നായിട്ട് സോഹൻ ചേട്ടന് കൊച്ചിയുടെ ചരിത്രവും കൊച്ചി എങ്ങനെയാണ് വന്നതെന്നും വളരെ ശക്തന്മാരായിട്ടുള്ള ലീഡർഷിപ്പിൽ നിന്നാണ് കൊച്ചി ഇത്തരത്തിലെത്തിയത്. പക്ഷെ ഇപ്പോ നിങ്ങൾ ഒരു അടി പിന്നോട്ട് വെച്ചാൽ നാളെ നിങ്ങൾ നിങ്ങളുടെ ജീവിതം തന്നെ കൊടുക്കേണ്ടി വരും. യാതൊരു സംശയവുമില്ല, പുതുതലമുറയ്ക്ക് നിങ്ങൾ കൊടുക്കുന്നത് ഒരു നല്ല പിന്നെ ശരിയായ ദിശാബോധം അല്ല എന്ന് എനിക്ക് വളരെ സീന ഭാസ്കറും ഉമ്മയും എല്ലാം പറഞ്ഞതുപോലെ ജനങ്ങൾക്കിടയിൽ ഇതിന്റെ മുഖം പൂർണ്ണമായി മാറി പുതിയൊരു മുഖം വന്നിരിക്കുന്നു പപ്പാജിക്ക് എന്നുള്ളതാണ്. അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ അത് വ്യക്തമാക്കണം. അത് ചിത്രം ഇറക്കിയിട്ടുണ്ട്, ചിത്രം ആദ്യം ഇറക്കിയിട്ടുണ്ട്. ആ ചിത്രം തന്നെയാണ് ഇപ്പോഴും ഉണ്ടാക്കിയിരിക്കുന്നത്. ആദ്യം ചിത്രം ഇറക്കിയിട്ടുണ്ട്. കൊറോണ വൈറസിന്റെ മുകളിൽ കാല് വെച്ച് നിൽക്കുന്ന പപ്പാഞ്ചിയുടെ പടം ഒരാഴ്ച മുമ്പ് തന്നെ ഇറക്കിയിട്ടുണ്ട്. ആ പപ്പാഞ്ചിയെ തന്നെയാണ് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു മാറ്റവും ഇല്ല. സോജേട്ടൻ, ഞാൻ ഇന്നലെ വന്ന് നോക്കുമ്പോൾ അവിടെ പപ്പാഞ്ഞിക്ക് മുഖമില്ലാത്ത പപ്പാഞ്ഞിയാണ്. ഞാൻ മാത്രമല്ല, എന്റെ അടുത്ത് നിന്ന് പിന്നെ വടക്കേ ഇന്ത്യയിലെ വലിയൊരു സഖാവ് എന്നോടൊപ്പം ഉണ്ട്. അദ്ദേഹവും ഞങ്ങളൊക്കെ വളരെ ആവേശത്തോടു കൂടി അത് കാണാൻ വന്നപ്പോ മുഖമില്ലാത്ത പപ്പാഞ്ഞിയാണ് ഞങ്ങൾ കാണുന്നത്. അപ്പോ ആ മുഖം മാറ്റി പപ്പാഞ്ഞി ഉണ്ടാക്കാൻ പോകുന്നു. അല്ല കെ ജെ സോഹൻ, ഇത് ആരെയാണ് ഇങ്ങനെ ഭയക്കുന്നത്? സീന ഭാസ്കറും ഉമ്മയും എല്ലാം പറയുന്നത് പോലെ നിങ്ങൾ ഇത് ആരെയാണ് ഭയക്കുന്നത്? മുഖമില്ലാത്ത പപ്പാഞ്ഞിയാണ് ജനം കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ അത് ഫിറ്റ് ചെയ്തിട്ട് കയറ്റിയാൽ പോരായിരുന്നില്ലേ? അതൊന്നും ചോദിക്കുന്ന വലിയ വലിയ കാര്യങ്ങളാണ്. അതിവിടെ വന്ന് കണ്ടാലേ മനസ്സിലാവുള്ളൂ. സാറിനോട് ഒരു ചോദ്യം കൂടിയുണ്ട്. സാറ് പറഞ്ഞത് അത് നേരത്തെ തന്നെ അത് നമ്മുടെ ആ ചിത്രം ഇറക്കിയിട്ട് അതിന്റെ ഇതിലാണ് പണി കഴിപ്പിച്ചതെന്ന്. അപ്പൊ നേരത്തെ ഇറക്കിയ ചിത്രമാണല്ലോ ഇപ്പം മറ്റേ പ്രധാനമന്ത്രിയുടെ മുഖച്ഛായ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഈ BJP പ്രതിഷേധം ഉയർത്തിയത്. അപ്പൊ ആ ചിത്രം മാറ്റുമെന്നല്ലേ സംഘാടകർ പിന്നീട് പറയുകയും ചെയ്തേ. ഇത് രണ്ടും സാറ് പറഞ്ഞതും ഈ മാറ്റിയതെന്ന് സംഘാടകർ തന്നെ ഞങ്ങൾ മാറ്റാന്ന് പറഞ്ഞതും ഒക്കെ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒന്നും കണക്ട് ആവുന്നില്ല. സാറിനോട് ബഹുമാനക്കുറവ് വെച്ചിട്ടല്ല,
സാറിപ്പോ പറഞ്ഞതിനോടുള്ള ഒരു പത്രത്തിൽ വന്ന ചിത്രത്തിന്റെ സാധനം തന്നെയാണ് ഇപ്പോൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അത് പൂർണ്ണമായിട്ട് ഇല്ലാതെ ഞങ്ങൾക്ക് അളവെടുക്കാൻ വേണ്ടി മാത്രമാണ് നിലനിന്നത്. ഇന്നലത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇന്നലെ കയ്യുമില്ല കാലുമില്ല അപ്പൊക്കെ എല്ലാം ഉണ്ടാക്കി അല്ല വരുന്നത്. കെ ജെ സോഹൻ, ഇപ്പോഴും നമ്മുടെ ചോദ്യം അവശേഷിക്കുകയാണ്. അത് അങ്ങനെയാണെങ്കിൽ ഇന്നലെ BJP പ്രവർത്തകർ അവിടെ പ്രതിഷേധവുമായി വന്നല്ലോ, അവരോട് പറയാമായിരുന്നല്ലോ ഇതാണ് ഞങ്ങൾ ഉദ്ദേശിച്ച ചിത്രം, ഈ ചിത്രം ഞങ്ങൾ മാറ്റാൻ പോകുന്നില്ല എന്നുള്ളത്. പകരം ഇന്ന് മാധ്യമങ്ങളിലൂടെ നിങ്ങൾ പറഞ്ഞതെന്തായിരുന്നു? മുഖം പൂർണ്ണമായിട്ട് മാറ്റുന്നു എന്നുള്ളതാണ്. ഇതെല്ലാം മാധ്യമങ്ങളിലൂടെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോഹൻ ഇപ്പോൾ പറയുന്നത് നേരെ എതിരായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ല അങ്ങനെ വിവാദത്തിനൊന്നും ഞാനില്ല. അപ്പൊ ഞങ്ങളിപ്പോ ഈ പറഞ്ഞതാണ് എന്റെ കാര്യം. ഇത് കാർണിവൽ കമ്മിറ്റിയുടെ കാര്യമാണ്. നേരത്തെ ചിത്രം ഞങ്ങൾ പബ്ലിഷ് ചെയ്തിരുന്നു. ആ ചിത്രം തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇതിന് പ്രതിഷേധം ഉണ്ടെങ്കിൽ അതിനുമായിട്ട് നമ്മൾ ആ സമയത്ത് എടുക്കേണ്ടി വരും. ഒരു പങ്കാളിത്ത ഉത്സവത്തിനകത്ത് എപ്പോഴും നമ്മൾ പല കാര്യങ്ങളിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ പോകാന്നുള്ളതാണ് ഇതിന്റെ കാര്യം. അല്ലാതെ വാശി പിടിക്കുകയും വഴക്കുണ്ടാക്കുകയും ചെയ്യുന്നത് നമ്മുടെ കാര്യം. അതാണ് അതിന്റെ റൂട്ട്. ഒരു പ്രശ്നത്തിലേക്ക് അത് പ്രശ്നം എന്ന് പറയുന്നത് അത് അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഇന്ത്യയിലെ ഏറ്റവും സ്ട്രോങ് ആയിട്ട് സംഘപരിവാറിനെ എതിർക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിലാണ് നമ്മൾ ഇത്തരത്തിലുള്ള നീക്കുപോക്കുകൾ വരുത്തുമ്പോൾ അവർക്ക് കൂടുതൽ ശക്തി ഉണ്ടാകും. എന്തിനു നമ്മൾ നീക്കുപോക്ക് ഉണ്ടാക്കണം? നമ്മൾ ഉണ്ടാക്കിയ പപ്പാഞ്ഞിയുടെ മുഖം വെച്ച് തന്നെയാണ് നമ്മൾ കത്തിക്കേണ്ടത്. അല്ലാതെ അവർ ഗോഗോ വിളിക്കുമ്പോൾ എന്തുകൊണ്ട് നമ്മൾക്ക് പെട്രോൾ വില കൂട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ ശക്തമായി തിരിച്ച് പ്രതികരിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ട് ബാങ്കുകൾ കൊള്ളയടിച്ചു പോകുമ്പോൾ ഇതുപോലെ ശക്തമായി പ്രതികരിക്കാൻ കഴിയാത്തത്? എന്തുകൊണ്ട് നമ്മുടെ സാംസ്കാരിക നായകന്മാരെ കൊലവിളി നടത്തുമ്പോൾ എന്തുകൊണ്ട് നമുക്ക് ഇതുപോലെ ശക്തമായി പ്രതികരിക്കാൻ നമുക്ക് കഴിയാത്തത്? നമുക്ക് കഴിയില്ല, പക്ഷെ അവർക്ക് കഴിയും. ഇതാണ് ഈ നമ്മുടെ ശാപം. ഇത് ഇന്നിപ്പോൾ ഈ തരത്തിൽ പോയാൽ നാളെ വരാൻ പോകുന്നത് വേറൊരു UP ആക്കി കേരളം മാറ്റരുതേ എന്നാണ് പ്രിയപ്പെട്ട സോഹൻ ചേട്ടാ നിങ്ങളെയൊക്കെ ഉള്ളവരോട് എനിക്കൊക്കെ അപേക്ഷിക്കാനുള്ളത്. കേൾക്കൂ, അങ്ങ് മുൻ മേയർ കൂടിയായിരുന്നല്ലോ. ആളുകളുടെ ഒരു ആശങ്കയാണ്. കാരണം ഇത്രയും കാലം ഇല്ലാതിരുന്ന ഒരു ആശങ്കയിലേക്ക് ജനമെത്തി. ഒരു പ്രതിഷേധം വന്ന ഉടൻ തന്നെ പപ്പാജിയുടെ മുഖം മാറ്റുന്നു എന്നുള്ളത്. മുഖം മാറ്റിയിട്ടില്ല, ആ മുഖം തന്നെയാണ് അവിടെ വെച്ചിരിക്കുന്നത്. അതിന് താടിയും മീശയൊക്കെ വെച്ചപ്പോ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത്രയേ ഉള്ളൂ. ദയവായി അങ്ങ് തുടരുക. BJPയുടെ ജില്ലാ പ്രസിഡന്റ് അല്പനേരത്തിനുള്ളിൽ ചേരും. അതുകൊണ്ട് അദ്ദേഹത്തോടു കൂടി അങ്ങ് ഇക്കാര്യം വ്യക്തമാക്കേണ്ടതാണ്. എന്തായാലും ഇപ്പോൾ ഉമ പൂർണ്ണമായും വിശ്വസിക്കുന്നുണ്ടോ ഈ പപ്പാഞ്ഞിയുടെ മുഖം മാറിയിട്ടില്ല എന്നുള്ളത്? നമ്മൾ കാണുന്നത് മാറി എന്ന് തന്നെയാണല്ലോ നമ്മൾ. അത് മാത്രമല്ല, ഈ സംഘടന കമ്മിറ്റി തന്നെ പറഞ്ഞല്ലോ ഞങ്ങൾ അതിൽ മാറ്റം വരുത്താം എന്ന് പറയുകയോ BJP പ്രതിഷേധം അവസാനിപ്പിക്കുകയും ചെയ്താണല്ലോ. BJP ഇറക്കിയ പത്രക്കുറിപ്പിൽ പോലും പറഞ്ഞിട്ടുണ്ട്. ഷൈജു, BJPയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് കൂടി ചേരുകയാണ്. ഷൈജു, ഏത് സാഹചര്യത്തിലാണ് ഇതിൽ പ്രധാനമന്ത്രിയുടെ മുഖം അങ്ങേക്ക് തോന്നിയത്? ഇതിപ്പോ ചർച്ചയിൽ ഏതൊക്കെ രീതിയിലാണ് ചർച്ച ഉണ്ടായതെന്ന് ഞാൻ സത്യത്തിൽ കേട്ടില്ല. കാരണം എന്റെ കണക്ഷനിൽ എന്തോ പ്രശ്നം. എന്തായാലും പപ്പാജിയുടെ മുഖം മാറിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ചർച്ച. ഇപ്പോൾ KJ സോഹൻ മുൻ മേയർ, ഒപ്പം തന്നെ കൊച്ചിൻ കാർണിവൽ കമ്മിറ്റിയുടെ രക്ഷാധികാരി കൂടിയാണ്. KJ സോഹൻ പറയുന്നത്, സോഹൻ ചേട്ടൻ കേൾക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, അങ്ങ് ഈ പപ്പാജിയുടെ മുഖം മാറിയിട്ടുണ്ടോ? എന്തായാലും ഷൈജു അങ്ങ് തുടരുക. പപ്പാജിയുടെ മുഖം മാറിയിട്ടില്ല എന്നാണ് പറയുന്നത്. അങ്ങ് കണ്ടിരുന്ന പപ്പാജിയുടെ മുഖത്തിൽ എവിടെയാണ് പ്രധാനമന്ത്രിയെ കാണാൻ കഴിഞ്ഞത്? ഈ പപ്പാജിയുടെ മുഖം നരേന്ദ്രമോദിജിയുടെ മുഖമാണ്, ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ മുഖവുമായി സാദൃശ്യമുണ്ട് എന്ന് എനിക്ക് മാത്രമല്ല ആയിരക്കണക്കിന് ആൾക്കാർക്ക് ബോധ്യമായതാണ്. അത് സോഷ്യൽ മീഡിയയിൽ പല രീതിയിലുള്ള കമന്റുകൾ, അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒക്കെ കമന്റുകൾ വന്നിട്ടുണ്ടാവും സ്വാഭാവികം. ഇന്നലെ കൊച്ചിൻ കാർണിവൽ കമ്മിറ്റിയുടെ ആളുകൾ അതിൽ ഖേദം പ്രകടിപ്പിച്ചതാണ്. ഇന്നിപ്പോ മോദിജിയുടെ അവിടെയുള്ള ചിത്രത്തിന് മാറ്റം വന്നില്ലോ, അത് ഞാൻ അവിടെ ഇല്ല. ഞാനിപ്പോ ഇന്നലെ എനിക്ക് കിട്ടിയ വിവരം, മോദിജിയുടെ ചിത്രം മുഖത്തോട് സാദൃശ്യമുള്ള ഒരു പപ്പാഞ്ഞിയാണ് അവിടെ രൂപകൽപ്പന ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കി കൊച്ചിൻ കാർണിവൽ കമ്മിറ്റി ഖേദം പ്രകടിപ്പിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. സോഹൻജിയെ പോലെയുള്ള ഒരു ജനപ്രതിനിധി എന്തടിസ്ഥാനത്തെ പറയുന്നത് എനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കുന്നതാണ്, മറ്റു കാര്യങ്ങൾക്ക് അന്വേഷിച്ചിട്ടേ പറയാൻ സാധിക്കുകയുള്ളൂ. മറ്റൊന്ന്, ഒരുപാട് രൂപങ്ങൾ, ഇപ്പോ കാർണിവലിലെ പപ്പാഞ്ഞി എന്ന് പറയുന്നത് ന്യൂ ഇയർ ആഘോഷത്തിന് മുമ്പായിട്ട് കത്തിക്കുന്ന ഒരു രൂപമാണ്. അതിനെ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടത് കൊണ്ടോ അല്ലെങ്കിൽ അതിന്റെ ചരിത്രമോ മറ്റുമൊന്നും ഞാനിപ്പോ സൂചിപ്പിക്കാൻ മറ്റ് ചർച്ചയിൽ കാലിശ്ശേരി മാഷൊക്കെ പറയുന്നത് ലിപ് മൂവ്മെന്റ് മാത്രമാണ് ഞാൻ കണ്ടത്.
ചരിത്ര പശ്ചാത്തലം അദ്ദേഹം സൂചിച്ചിട്ടുണ്ട് പറയും. പക്ഷേ ഒരുപാട് രൂപങ്ങൾ നമുക്കിവിടെ കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോ ബിനാലെ പോലെയുള്ള ഒരുപാട് ആളുകളെ ആകർഷിക്കുന്ന ഒരു പ്രദേശമായതുകൊണ്ട് ബിനാലയിൽ പങ്കെടുക്കുന്ന കലാകാരന്മാരുടെ ശില്പഭംഗിയോ അദ്ദേഹത്തിന്റെ സൗന്ദര്യ ആരാധകർക്ക് തോന്നാവുന്ന ഏത് രൂപം വേണമെങ്കിലും കൊണ്ടുവരാം. അത് സ്വാഭാവികമാണ്, കലാകാരന്റെ സൃഷ്ടിയാണ്. പക്ഷേ ഭാരതത്തിന്റെ പ്രധാനമന്ത്രിജിയുടെ മോദിജിയുടെ മുഖത്തോട് സാദൃശ്യം കൊണ്ടുവരണം, അല്ലെങ്കിൽ അത് കൊണ്ടുവരണം എന്നുള്ള നീക്കം കൊച്ചിൻ കാർണിവൽ കമ്മിറ്റി ജനകീയ കമ്മിറ്റിയാണ്. അവിടെ BJP-കാരൻ, കാരണം മോദിജിയുടെ പാർട്ടിയായിട്ടുള്ള ഞങ്ങളുടെ ആളുകളൊക്കെ ഉള്ള പാർട്ടി സംഘടനയാണ്, കോൺഗ്രസ്സുകാരുടെ സംഘടനയാണ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംഘടനയാണ്. അതൊരു ജനകീയ കാർണിവലാണ്, ഏഷ്യയിലെ തന്നെ ഏറ്റവും ജനകീയ കൂട്ടായ്മയാണ്. അപ്പോ ആ ഒരു കാർണിവൽ, ആ ജനകീയ കാർണിവലിൽ ഇതുപോലെ ഒരു കുഴപ്പം സൃഷ്ടിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഈ കാർണിവൽ കമ്മിറ്റിയിൽ കയറിപ്പറ്റിയിരിക്കുന്നു. അത് കാർണിവൽ കമ്മിറ്റി തിരിച്ചറിയണമെന്നായിരുന്നു BJP ആവശ്യപ്പെട്ടത്. കേവലമായിട്ട് ഒറ്റപ്പെട്ട സംഭവമായിട്ട് എനിക്ക് കാണാൻ സാധിക്കില്ല. അപ്പോ അത് വളരെ അപകടമാണ്. കാരണം ജനകീയമായിട്ട് എല്ലാ ജാതികളും, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ വ്യത്യാസങ്ങളും മറന്ന് ആഘോഷിക്കുന്ന, സന്തോഷിക്കുന്ന ദിനങ്ങളാണ്. ഞങ്ങളെ സംബന്ധിച്ച്, ഞാൻ കൊച്ചിക്കാരനാണ്, ഞാൻ തൊട്ടപ്പുറത്തക്കര വൈപ്പിൻ ഒരു ബോട്ട് കിടന്നാൽ കൊച്ചിയിൽ സഹിൻ അറിയാമെന്ന് വിചാരിക്കുന്നു. ഷൈജു, ദയവായി അങ്ങ് തുടരുക. ഷൈജു, ഏത് ഘട്ടത്തിലാണ് അങ്ങ് ഇത്തരത്തിൽ പ്രധാനമന്ത്രിയുടെ മുഖം ഇതിൽ കണ്ടത്? ഇപ്പോൾ അല്പനേരം മുൻപ് സംസാരിച്ചപ്പോൾ KJ സോഹൻ പറഞ്ഞിരുന്നു അങ്ങനെ ഒരു മുഖം പ്രധാനമന്ത്രിയുടെ മുഖമില്ലായിരുന്നു, കാണുന്ന ആളുകൾക്കൊന്നും ആ മുഖം തോന്നുന്നില്ല. എങ്ങനെയാണ് അങ്ങേക്ക് ആ മുഖം തോന്നിയത്? അല്ല, എന്റെ കണ്ണിന് കാഴ്ചക്ക് കുഴപ്പമൊന്നുമില്ല. ഇന്നലെ കണ്ട ആളുകൾക്ക് മുഴുവനും, ഇന്നലെ ആ രൂപം കണ്ട ആളുകൾക്ക് മുഴുവനും അറിയാം. പത്രത്തിലൊക്കെ, പല പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ പടം ഉണ്ടല്ലോ. ആ പടം കണ്ട ആളുകൾക്ക് അറിയാം മോദിയുടെ ചിത്രവുമായിട്ട് ആ വെച്ചിരിക്കുന്ന മുഖംമൂടിക്ക് സാമ്യമുണ്ട് എന്നുള്ളത്. പിന്നെ കലാകാരന്മാരുടെ സൃഷ്ടിയാണ് എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ വെച്ചിരിക്കുന്ന ഒരുപാട് പപ്പാഞ്ഞ രൂപങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിൽ. കത്തിച്ചു പോയ പപ്പാഞ്ഞയുടെ പല രൂപങ്ങളും പല ആളുകളും നേരത്തെ എടുത്തിരിക്കുന്ന ഫോട്ടോസൊക്കെ പരിശോധിക്കാം നിങ്ങൾക്ക്. സഹിനെ പോലെയുള്ള മാധ്യമ രംഗം നിറഞ്ഞു നിൽക്കുന്ന ആളെ സംബന്ധിച്ച് പരിശോധിക്കാൻ വലിയ ഗവേഷണം നടത്തേണ്ടി വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതാ ഉമ അഭിലാഷ് സാഹിത്യകാരിയാണ്. ഉമ, അങ്ങനെ മോദിയുടെ മുഖം കൃത്യമായി BJP-ക്ക് അതിൽ കാണാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പപ്പാഞ്ഞിയുടെ മുഖം മാറ്റിക്കേണ്ടതായി വന്നത്, അല്ലെങ്കിൽ അതിൽ പ്രതിഷേധിക്കേണ്ടി വന്നത് എന്നുള്ളതാണ് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞു വെക്കുന്നത്. അതെ, ഇത് BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് അങ്ങനെ തോന്നുള്ളൂ. അദ്ദേഹം പറഞ്ഞു എന്റെ കണ്ണിന് കുഴപ്പമില്ല, ശരിയായിരിക്കും. പക്ഷെ ആ കണ്ണുകൊണ്ട് കാണുന്നത് ബോധത്തിലേക്ക് എത്തുമ്പോൾ നേരെ തിരിച്ചാന്ന് തോന്നുന്നു. കാരണം നമ്മൾ സമൂഹ മാധ്യമത്തിൽ കണ്ട ആദ്യത്തെ പപ്പാഞ്ഞിയുടെ മുഖം തന്നെ കടയിൽ ഇപ്പൊ മുഖം മൂടി വാങ്ങിച്ചാലും സെയിം ആ മുഖമാണ്. അപ്പൊ എന്താണ് ഇപ്പൊ ഗുജറാത്തിലെ കരോളുമായി ബന്ധപ്പെട്ട് തെറ്റാണ്. നമ്മുടെ കഴിഞ്ഞ ക്രിസ്മസ് ആഘോഷിക്കരുതെന്ന് ഒരു മുസ്ലിം നേതാവ് പറഞ്ഞപ്പോ മുഴുവൻ മുസ്ലിങ്ങളും ആ പോസ്റ്റിൽ പോയിട്ട് ഹാപ്പി ക്രിസ്മസ് നേർന്ന കേരളത്തിലെ പ്രബുദ്ധരായ ജനങ്ങളാണ്. ആ ആളുകളോടാണ് നിങ്ങൾ പറയുന്നത് താടി ഉണ്ടെങ്കിൽ ഉടനെ അത് പ്രധാനമന്ത്രിയുടെ മുഖഛായയാണ് എന്ന്. ഇത് എവിടെയാണ് നിങ്ങൾ ഈ രാഷ്ട്രീയം വിൽക്കാൻ നോക്കുന്നത്? കേരളം പോലത്തെ ഒരു സംസ്ഥാനത്ത് ഒരിക്കലും ചെലവാകാത്ത ഒരു രാഷ്ട്രീയം തന്നെയാണിത്. ഞാൻ ആദ്യമേ സോഹൻ സാറിനോട് പറഞ്ഞത് തന്നെയാണ്, അവർ ആ സംഘടനയെ ബന്ധി അത് മാറ്റി അതിനോടുള്ള വിയോജിപ്പ് മാത്രമേ ഉള്ളൂ. അതല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും സംഘാടക സമിതിയുടെ ഒപ്പം നിൽക്കുള്ളൂ. ഇത് ഇവർക്ക് മാത്രം തോന്നിയ തോന്നലാണ്. വേറെ ആരാണ് അങ്ങനെ ഒരു തോന്നല്? നമ്മളും കൊച്ചിയില് കാണുന്ന ഇതേ ഇതില് മൊത്തം കടകളിലും ചെന്ന് ഇവർക്ക് പറയാൻ പറ്റുമോ ഈ മുഖം മൂടി വിൽക്കരുതെന്ന് പറയാൻ പറ്റുമോ? അതല്ലെങ്കിൽ നാളെ വേറൊരു ഇത് BJP പ്രവർത്തകർക്ക് മാത്രമാണ് ഇങ്ങനെ തോന്നിയത് എന്നുള്ളതാണ് ഉമാഭിലാഷിനെ പോലെയുള്ളവർ പറഞ്ഞു വയ്ക്കുന്നത്. അല്ല, ഇവിടെ മുഖം മൂടി വിൽക്കുന്നതോ വാങ്ങുന്നതുമായി ബന്ധപ്പെട്ടോ നിങ്ങൾക്ക് ബന്ധവുമില്ല സാർ. ഇത് പപ്പാഞ്ഞി എന്ന് പറയുന്ന രൂപം കാലങ്ങളായിട്ട് 84 കാലഘട്ടം മുതൽ തുടങ്ങിയിരിക്കുന്ന ഒരു അനുഷ്ഠാനത്തിന്റെ ഭാഗമായിട്ടുള്ള രൂപം. 31-ാം തീയതി രാത്രി നമ്മളെല്ലാം പുതുവത്സരത്തെ വരവേറ്റുകൊണ്ട് കത്തിക്കുന്ന രൂപം. ഞാൻ കഴിഞ്ഞ ഈ കൊറോണക്ക് മുമ്പുള്ള പുതുവത്സരത്തിൽ ഞാനും എന്റെ കുടുംബവും അതിൽ പങ്കെടുത്തതാണ്. ഞങ്ങളൊക്കെ ആഘോഷത്തോടെയാണ് ഇത് കാണുന്നത്. ഞങ്ങൾക്ക് അതിനകത്ത് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഞങ്ങളൊന്നും കാണാറില്ല. കാര്യത്തിലൊന്നും BJP-ക്കാർക്ക് മാത്രമല്ല, കോൺഗ്രസ്സുകാർ അല്ലെങ്കിൽ CPM-ന് മാത്രമാണ് ഞങ്ങളൊന്നും അതിനകത്ത് കാണാറില്ല. ജനകീയ ഉത്സവമാണ് സാർ. ആ രൂപത്തിൽ ഇതുപോലെയുള്ള ഞാൻ പറഞ്ഞല്ലോ, എന്റെയോ സഹിന്റെയോ രൂപം എന്ത് വെക്കാൻ സാധിക്കാത്തത്? ഞങ്ങളൊക്കെ നിങ്ങൾ വളരെ ഫേമസ് ആണ്.
എന്തായാലും ഇത് വലിയ വിഷയം തന്നെയാണ്. പപ്പാജിയുടെ മുഖത്തിന് പ്രധാനമന്ത്രിയുടെ മുഖവുമായി സാമ്യമുണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ചോദ്യം. ഇപ്പോൾ BJP ജില്ലാ പ്രസിഡന്റ് പറയുന്നത് അത്തരത്തിൽ സാമ്യമുണ്ടായിരുന്നു, അത് മാറ്റി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും KJ സോഹൻ സംഘാടക സമിതി പറയുന്നത് പഴയ ഏത് പപ്പാജിയാണോ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്നത് ആ പപ്പാജിയെ തന്നെ ജനം കാണുമെന്നുള്ളതാണ്. എന്തായാലും ഈ വിഷയം ഇന്ന് ചർച്ചയ്ക്കെടുക്കാൻ തീരുമാനിച്ചത് ഒരുപക്ഷെ നാളെ എല്ലാവരും കാണാൻ ഇരിക്കുന്ന ഒരു മുഖം കൂടിയാണ് പപ്പാജിയുടേത്. എങ്ങനെയാണ് BJP ജില്ലാ പ്രസിഡന്റ് പറഞ്ഞതുപോലെ ഇതിനൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് ഇനി കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. തൽക്കാലം ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി.